ഹലോ ഫ്ലൈ വീലേഴ്സ്, ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മെഗാ ട്രക്കാണ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഓൺ ഗോയിങ് ടിപ്പറാണ് ടാറ്റയുടെ സിഗ്ന 4825 TK എന്ന് പറയുന്ന ഈ 5 ആക്സിൽ ട്രക്ക്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രൈവ് റിവ്യൂ ആണ് ഇന്ന് ഞാൻ കൊണ്ടുവരുന്നത്. വെൽക്കം ടു ഫ്ലൈ വീൽ. നമുക്കറിയാം, ഇന്ത്യ ഇന്ന് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണെന്ന്. പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു ബാക്ക് ബോണാണ്. അതിൻ്റെ ഒരു ബാക്ക് ബോണായി നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ട്രക്കുകളാണ്. കമേഴ്ഷ്യൽ വെഹിക്കിളിൽ നിന്ന് ഒന്നടങ്കം പറയുമെങ്കിലും കൺസ്ട്രക്ഷൻ ട്രക്സാണ് ഇനീഷ്യലി ഏതൊരു രാജ്യത്തിൻ്റെയും ഒരു വണ്ടിയുടെ അടിസ്ഥാനമായി നിൽക്കാറില്ല. കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുമ്പോൾ വേണ്ടത് കൺസ്ട്രക്ഷൻ ട്രക്സാണ്. അത് ടിപ്പർ ഉണ്ടാവാം, കോൺക്രീറ്റ് മിക്സർ ഉണ്ടാവാം, അങ്ങനെ പല ടൈപ്പ് ഓഫ് ട്രക്കേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഈവൻ പ്രൈം മൂവേഴ്സ്, ഇതെല്ലാം അതിൽ പെടുന്ന ട്രക്കുകളാണ്. അതുകൊണ്ട് തന്നെയും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ട്രക്കിൻ്റെ ഓഡിയൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായി ഞാൻ കൂടുതൽ ട്രക്കുകൾ ഇപ്പം കൊണ്ടുവരുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സെഗ്മെൻറ്റാണ് ട്രക്ക്. ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ഞാൻ വളരെയധികം എക്സൈറ്റ് ആവാറില്ല എപ്പോഴും ട്രക്ക് ഓടിക്കുമ്പോഴാണ്. അപ്പോൾ ആ ഒരു ഫീലിംഗ് കൂടെ ഷെയർ ചെയ്യാൻ കരുതി. അതുകൊണ്ടാണ് ഇന്ത്യയിലെ തന്നെ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലിയ ഓൺ റോഡ് ടിപ്പറായിട്ടുള്ള ടാറ്റയുടെ സിഗ്ന 4825 TK ഞാൻ കൊണ്ടുവരുന്നത്. ഇത് വളരെ എക്സ്ക്ലൂസീവ് ഡ്രൈവാണ്. കാരണം ഇന്ത്യയിൽ തന്നെ ഇതിൻ്റെ റിവ്യൂ ചെയ്തതായിട്ട് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതൊരു ഇന്ത്യ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് എന്ന് പറയാനല്ല, ടാറ്റ തന്നെ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. റീസെൻ്റ്ലി നമ്മുടെ പ്രൈമ അതുപോലെ തന്നെ അങ്ങനത്തെ ട്രക്ക് റിവ്യൂസ് എല്ലാം തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അവരുടെ മാനേജ്മെൻറ്റിലും എല്ലാം തന്നെ വളരെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെനിക്ക് എക്സ്ക്ലൂസീവ്ലി തന്നൊരു ഡ്രൈവാണിത്. പൂനെ പോയി ചെയ്യണമെന്ന് കരുതിയായിരുന്നു. പക്ഷേ ഇപ്പം കോവിഡിൻ്റെ കാരണം പൂനെയിലെ പോക്കും അവിടെയുള്ള ടെസ്റ്റ് കാര്യങ്ങളെല്ലാം സ്ട്രിക്റ്റ് ആയപ്പം കേരളത്തിൽ തന്നെ ഒരു ട്രക്ക് വന്നപ്പം ഉടനെ എനിക്ക് തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ റിവ്യൂ ആണ്. എനിക്കൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്, നിങ്ങൾക്കും ഇതൊരു സ്പെഷ്യൽ റിവ്യൂ ആണ്. ഫസ്റ്റ് റിവ്യൂ ഓഫ് ദ 5 ആക്സിൽ സിഗ്ന ട്രക്ക്. ടാറ്റയുടെ വളരെ പരിചിതമായിട്ടുള്ളൊരു ക്യാബിനാണിത്. ഇതിപ്പോൾ നമ്മൾ സിഗ്ന എന്ന് പറഞ്ഞ വേരിയൻറ്റിലാണ് കാണുന്നതെങ്കിൽ ഇത് ടാറ്റയുടെ മുമ്പ് തന്നെ വന്നിരുന്ന കുറേ വർഷമായിട്ടുള്ള ഒരു 80s ഒരു ക്യാബിനാണ്. പക്ഷേ ഈ ക്യാബിൻ അത്രയും വലുതും അത്രയും ആക്സെപ്റ്റഡ് ആയതുകൊണ്ടാണ് അതിൽ ഇമ്പ്രൂവ് ചെയ്തിട്ട് ആക്ച്വലി ടാറ്റ ഈ ഒരു ക്യാബിൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഇൻറ്റീരിയറിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ കണ്ടു. എക്സ്റ്റീരിയറിൽ കുറേ മാറ്റം വന്നിരിക്കുന്നത് ഫ്രണ്ടിലാണ്. ഇപ്പോൾ ഇതൊരു സിഗ്നേച്ചർ ഒരു ടാറ്റ ഫേസ് കൊണ്ടുവന്നിട്ടുണ്ട് സിഗ്നയിലൂടെ. കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിലായിരുന്നു ഈ ഫേസിൻ്റെ ഒരു അൺവീലിംഗ് ഉണ്ടായിരുന്നത്. നേരത്തെ ഈ ഒരു ക്യാബിൻ്റെ ഇവിടെ ആയിരുന്നു ലൈറ്റ് ഉണ്ടായിരുന്നത്, മറ്റേ ടാറ്റയുടെ ടിപ്പിക്കൽ ഗ്രില്ലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ ലൈറ്റെല്ലാം ഇപ്പോൾ കുറേ ആയിട്ട് ബമ്പറിലേക്ക് മാറി. ബമ്പർ നല്ല സ്ട്രോങ് ബമ്പറാണ്. ഈ ഒരു ഫേസ് കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് ഹുഡ് തുറന്ന് വയ്ക്കാം. അതിൽ നമുക്ക് ഇവിടെയുള്ള ഒരുപാട് സംഗതി ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ഹൈറ്റുള്ള ക്യാബിനാണ്. നമുക്കറിയാം കുറച്ച് ടോളായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ യൂണിക്കോൺ പോലത്തെ ഒരു മിറർ കാണാൻ പറ്റും. അത് ഫ്രണ്ട് കാണാനുള്ള മിററാണ്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴും ആ ഒരു എലമെൻ്റ് അന്ന് മുമ്പത്തിൽ തന്നെ ക്യാരി ചെയ്തിട്ടുള്ള ആ സൈഡ് ലൈൻസും ഈ ഒരു കട്ടിങ് എല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ട്രക്ക് ആക്ച്വലി ഈ ഒരു ക്യാബിൻ ഇൻസ്പയർ ചെയ്തിരുന്ന പഴയ മെർസിഡീസിൻ്റെ പവർ ലൈനർ എന്ന് പറഞ്ഞ ട്രക്ക് ഉണ്ടായിരുന്നു, LP എന്നെല്ലാം പറഞ്ഞ വേരിയൻസിൽ. അതിൽ വന്നിരുന്ന ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ആ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ ഗ്ലാസിനും ഗ്രീൻ ഹൗസിനെല്ലാം വന്നിട്ടുണ്ട്. അത് ഒരു കാലത്ത് മെർസിഡീസും ടാറ്റയും ഒരുമിച്ചായിരുന്നു ട്രക്കുകൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആ കാലത്തുള്ള ആ ഒരു അസോസിയേഷൻ്റെ ഭാഗമായിട്ടെല്ലാം തന്നെ കുറേ ഡിസൈൻസ് എല്ലാം കണ്ടെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് ഇന്നും നിലനിർത്തിയിട്ട് സ്ലീപ്പർ ക്യാബിനാണ്, അതുകൊണ്ട് ഇത്ര വലുപ്പം വരുന്നുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഇവിടെ ഒരു എയർ ഫിൽറ്ററിൻ്റെ സ്നോക്കിളും എയർ ഫിൽറ്റർ ഇവിടെ വന്നിട്ടുണ്ട്. അതേ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ വരുന്നത് ഒരു വെർട്ടിക്കലായിട്ടുള്ള എക്സോസ്റ്റാണ്. അത് ഞാൻ കാണിക്കാം. ഇത് ടിപ്പറിൻ്റെ ഓയിൽ ചേമ്പറാണ്. അതിൽ ഓയിൽ നിറയ്ക്കും ഹൈവേയുടെ ടിപ്പർ കാണാം. ഇത് 5 ആക്സിൽ ട്രക്കാണ്. 5 ആക്സിലിൽ സാധാരണ 10/4 10/2 കോൺഫിഗറേഷൻ വരും. 2 എന്ന് പറയുമ്പം സിംഗിൾ ഡ്രൈവ് ഉണ്ട്, 4 എന്ന് പറയുമ്പം 2 ആക്സിൽ ഡ്രൈവ് ഉണ്ടാവും. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിന് സാധാരണ പുറമേലും മെൻഷൻ ചെയ്തില്ല 10/4/4 എന്ന് പറയും. ആ by4 എന്ന് പറയുന്നത് 10/4 ഒരു ബാർ എടുത്തൊരു 4 എഴുതുന്നത് കാണാം. അതെന്ന് വെച്ചാൽ 4 ആക്സിൽ ടയർ തിരിയും എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ 2 ആക്സിൽ മാത്രമാണ് by2 ആണ്, അത് എഴുതാറില്ല. 2 തിരിയുന്നത്, 2 ആക്സിൽ തിരിയുമ്പോൾ by4 ഉണ്ടാവും. ചില കേസിൽ 3 ആക്സിൽ തിരിയും. ചിലപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആക്സിലാവും, ചിലപ്പോൾ ഇവിടെ ഒരു ആക്സിൽ ഉണ്ടാവും. അങ്ങനെയാണ് by6 എന്ന് കാണിക്കും. അപ്പോൾ 10/4/6 എന്നാണെങ്കിൽ 3 ആക്സിൽ തിരിയുന്നതായിരിക്കും. അപ്പോൾ അത് ഇവിടെ ഏതായാലും ഇല്ല. ഇവിടെ 10/4/4 ആണ്. ഇവിടെ യൂസ് ചെയ്യാറില്ല ആ ഒരു രീതിയിൽ. പൊതുവെ യൂറോപ്യൻസാണ് യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇത് ആ ഒരു കോൺഫിഗറേഷൻ, ഫ്രണ്ട് 2 ആക്സിലും സ്റ്റിയർ ചെയ്യുന്ന രീതിയിലുള്ളൊരു കോൺഫിഗറേഷനാണ്. പിന്നെ ഇതിൻ്റെ ഒരു വീൽ ബേസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 6.7 മീറ്റേഴ്സാണ്. ആ വീൽ ബേസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് മുതൽ ഈ ഒരു ആക്സിൽ വരെയുള്ള ഒരു വീൽ ബേസാണ്. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഭാരത് ബെൻസിൻ്റെ ട്രക്ക് റിവ്യൂ ചെയ്തു. അതും 5 ആക്സിലായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ആക്സിൽ കോൺഫിഗറേഷൻ വ്യത്യാസമുണ്ട്. ആ റിവ്യൂ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നമ്മുടെ ഐ ബട്ടണിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലും നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന ആക്സിൽ കണ്ടിരുന്നു. പക്ഷേ അത്
വൺ സിംഗിൾ ടയർ ആയിട്ടുള്ളൊരു ആക്സിലാണെങ്കിൽ ഇത് ഡബിൾ ടയർ ആയിട്ടുള്ള ആക്സിലാണ്. ഇത് ആക്ച്വലി ഡെഡ് ആക്സിൽ എന്ന് പറയാം. ഡെഡ് ആക്സിൽ എന്ന് പറയുമ്പോൾ ഡ്രൈവ് ഇല്ലാത്ത ആക്സിൽ. ഇപ്പോൾ ഫ്രണ്ട് രണ്ടും ഡെഡ് ആക്സിലാണ്, ഇതും ഡെഡ് ആക്സിലാണ്. പക്ഷേ ഇതിൽ 2 ടയർ വരുന്നുണ്ട്. ഈ 2 ടയർ കാണാം. ഇത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് ബട്ടണിൽ ലിഫ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ലിഫ്റ്റ് ചെയ്യുന്ന സിസ്റ്റം, അതായത് ലോഡ് വരുമ്പം താഴ്ന്നു നിൽക്കുന്നത് എല്ലാത്തും പൊങ്ങുന്ന രീതിയിലുള്ള സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് ഡ്രൈവ് ഇല്ലാത്ത ആക്സിൽ. അത് കഴിഞ്ഞാൽ ഇവിടെയാണ് ഡ്രൈവ് വരുന്നത്. ഇവിടെയാണ് ആക്ച്വലി ഡ്രൈവ് ഷാഫ്റ്റും എല്ലാം എത്താതെ ഗിയർ ബോക്സിൽ നിന്ന് വരുന്ന ഡ്രൈവ് ഷാഫ്റ്റ് ഇവിടെ വന്ന് കണക്ട് ചെയ്ത് ഡിഫറൻഷ്യലിൽ നിന്ന് 2 ടയറിലേക്ക് ആക്ച്വലി അതിൻ്റെ പവർ പോകും. ഡിഫറൻഷ്യൽ ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇങ്ങനെ വന്നിട്ട് സാധാരണ നമ്മുടെ ടയറിൻ്റെ ഹബിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ഇത് മേലെയാണ് ഷാഫ്റ്റ് എത്തുക. സാധാരണഗതിയിൽ ഇവിടെ എത്തുന്നത് ഇത് മേലെ എത്തിയിട്ട് ബാക്കിയുള്ള ഷാഫ്റ്റിൻ്റെ ഒരു ഡ്രൈവ് ബാക്കിലേക്ക് ഈ ഒരു വീലിലേക്കും പോകും. മറ്റത് ഇവിടേക്കൊരു റിഡക്ഷൻ ഗിയർ ബോക്സിലൂടെ ഇവിടേക്ക് ഡ്രൈവ് വരും. അതാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വന്നിരിക്കുന്നത് സെക്കൻഡ് ആക്സിലാണ് ഡ്രൈവ്. അത് എൻഗേജ് ചെയ്താൽ ഡിഫ്ലോക്കോടുകൂടി 4 വീലും തിരിയുന്ന രീതിയിൽ വരും. അപ്പം ഇത് രണ്ടുമാണ് ഡ്രൈവ് ആക്സിൽ വരുന്നത്. പിന്നെ ഹബ്ബെല്ലാം നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഹെവി ഡിഫറൻഷ്യലാണ്, ഹെവി ആക്സിൽസാണ് വന്നിരിക്കുന്നത്. പിന്നെ റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഒരു ടിപ്പറിൻ്റെ എലമെൻറ്റ്സ്. ഒന്നാമത് ഇത്രയും ഒരു ഓപ്പണായി നിൽക്കുന്ന ടിപ്പർ ആകുമ്പം അത്രയും ഒരു എന്താ പറയുക നമുക്ക് ഡിപ്പാർച്ചർ ആംഗിളെല്ലാം കൂടും. വലിയ ഡിഫറൻഷ്യൽസ് കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം ആക്ച്വലി ബാലൻസ് റോഡ് വരുന്ന വണ്ടി സ്റ്റേബിളായി നിൽക്കാനുള്ള സാധനങ്ങളാണ്. അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഫുള്ളായിട്ട് ടൈറ്റായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. മുമ്പെല്ലാം നമ്മൾ ടാറ്റയുടെ അല്ലെങ്കിൽ മറ്റുള്ള ബ്രാൻഡിലുള്ള ടിപ്പറിൽ കാണുമ്പോൾ ബാക്കെല്ലാം വേക്കൻ്റായി തോന്നാറുണ്ട് എനിക്ക്. ഇതെല്ലാം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ്. ഫുൾ ബാലൻസ് റോഡും അത്തരമുള്ള എല്ലാ കാര്യങ്ങളും വന്നിട്ട് ഫുൾ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള. പിന്നെ ഹെവി ഷാസിയാണ് വന്നിരിക്കുന്നത്. അതും തന്നെ ഡബിൾ റീഇൻഫോഴ്സ്മെൻറ്റോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഹെവി ലോഡെല്ലാം എടുക്കാൻ പറ്റും. ഇത്രയും ലോഡ് 48 ടൺ പേലോഡല്ല, ആക്ച്വലി GCW എന്ന് പറയും, GVW എന്ന് പറയും, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. അത് മൊത്തത്തിൽ ഉള്ള വെയിറ്റാണ്. അപ്പോൾ ടണ്ണേജ് വരുമ്പോൾ ഏകദേശം 30 ടണ്ണോളം വരും. എനിക്ക് തോന്നുന്നത് ഒരു 35 ടണ്ണോളം വരും. 13 ടണ്ണ് ബോഡി വെയിറ്റ് വരികയാണെങ്കിൽ ഒരു 35 ടണ്ണ് ആക്ച്വലി ഇതിൻ്റെ പേലോഡ് തന്നെ വരും. അപ്പോൾ അത്രയും ലോഡ് എടുക്കണമെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഷാസി വേണം. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ലീഫ് സ്പ്രിങ് നമുക്ക് കാണാം. റിവേഴ്സ് ലീഫ് സ്പ്രിങ് ആണ്. അതായത് സാധാരണ നമ്മൾ താഴെ നിന്നും മേലേക്കുള്ള ലീഫ് സ്പ്രിങ്, ഇത് മേലെ നിന്നും താഴേക്കാണ്. ചെറുതല്ല മേലെ, താഴെ വലുത്. അപ്പോൾ അത് 2 ആക്സിലേക്ക് നിൽക്കും, കൂടുതൽ ലോഡ് ബെയർ ചെയ്യും. അതിനൊരു ബാലൻസ് ചെയ്യുന്നൊരു എക്യുപ്മെൻറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഇത്തരത്തിൽ ബാലൻസ് വരും. അത് ഇത്തരത്തിൽ ആക്സിൽ മൂവ്മെൻറ്റിൽ വരുമ്പോൾ ബാലൻസ് വരും. പിന്നെ ഒരു കണക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇത് വരുന്ന ഇവിടെയുള്ള സസ്പെൻഷൻ, അത് ഇവിടുത്തെ കേസിൽ വന്നിരിക്കുന്ന എയർ സസ്പെൻഷനാണ്. അതിൻ്റെ ഒരു ബലൂൺ ചേംബർ നമുക്ക് കാണാം. അത് ലിഫ്റ്റ് ചെയ്യാനെല്ലാം ഉപയോഗിക്കുന്ന രീതിയിലുള്ള. പിന്നെ ഇവിടെ ക്യാമറ നോക്കിയാൽ ശരിക്കും ഞാൻ പറഞ്ഞ ഡ്രൈവ് ആക്സിൽ കാണാം. അപ്പോൾ ഈ മേലെയാണ് ആക്ച്വലി ഡിഫറൻഷ്യലിൻ്റെ ആ ഷാഫ്റ്റ് വന്ന് കണക്ട് ചെയ്യുന്നത്. ആക്സിലേക്ക് പോകുന്ന റിഡക്ഷൻ ഭാഗമാണ് ഇത്. അതിൻ്റെ താഴെ ഫ്രണ്ട് ആക്സിലും വരും. അതിൻ്റെ ബാക്കിലേക്ക് റിയർ ആക്സിലേക്കും ഡ്രൈവ് ഷാഫ്റ്റ് പോകും. അത് ഇവിടുന്ന് കാണാനുള്ള സംവിധാനം ഇല്ല. അവിടെ ഫുള്ള് ലീഫ് സ്പ്രിങ് വന്നിട്ടുണ്ട്. പിന്നെ സൈഡിൽ വരുമ്പോൾ ഇവിടെ എയർ ടാങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഉള്ളിലും എയർ ടാങ്ക്സ് ഉണ്ട്. സ്പെയർ വീലുണ്ട്. 48 വോൾട്ടിൻ്റെ ബാറ്ററി ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വെർട്ടിക്കൽ എക്സോസ്റ്റ്. ഇത് തൊടാതിരിക്കാൻ തന്നെയാണല്ലോ, പക്ഷേ ഇതൊരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. എന്നാൽ അതും ചൂടാവും. അപ്പോൾ ഇത്രയും വലിയൊരു ട്രക്കാണ്. ഇതാണ് ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട്. അപ്പോൾ ക്യാബിനിൽ കയറുന്ന മുമ്പ് ഇവിടെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് കാണിച്ചു തരാം. ഇത് പാർക്ക് ബ്രേക്കാണ്. ഇതിപ്പം എൻഗേജ്ഡ് ആണ്. ഇങ്ങോട്ട് കഴിഞ്ഞാൽ ആക്ച്വലി റിലീസാവും. ഇത് ഒരു ലോക്കാണ്. ഇത് ലോക്ക് എൻഗേജ് ചെയ്തിട്ട് വേണം നമുക്ക് ടിപ്പർ ഓപ്പറേറ്റ് ചെയ്യാൻ. ടിപ്പർ ഓപ്പറേറ്റ് ചെയ്യാനുള്ളതാണിത്. ഇത് താഴ്ത്താനുള്ളതും പൊക്കാനുള്ളതാണ്. ആ പൊക്കുന്നത് ഇങ്ങനെ ഞാൻ കാണിക്കാം. അപ്പം ഇത് കഴിഞ്ഞ തവണ പ്രൈമറിൽ മിസ്സായൊരു സംഭവമാണ്. പലരും കമൻസിൽ അറിയിച്ച് നമ്മൾ ആ ഷോർട്ട് ഇടാൻ മിസ്സായി പോയതാണ്. അപ്പോൾ അത് ഇത്തവണ കാണിച്ചു തരാം. സൗണ്ട് ഉണ്ടാവുമെന്ന് അറിയാം, പക്ഷെ നിവൃത്തിയില്ല. നല്ല ചൂടാണ്. അതുകൊണ്ടാണ് AC ഇട്ടിട്ട് ക്യാബിനിലിരിക്കുന്നത്. അപ്പോൾ AC ക്യാബിനാണ് സിഗ്നൽ ഉള്ളത്. നമുക്ക് പുറമേ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇത് പണ്ട് മുതലുള്ളൊരു ക്യാബിൻ ഇവോൾവ് ചെയ്ത് വന്നതാണ്. അത് പക്ഷെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് തീരെ തോന്നാത്ത രീതിയിൽ ആ എവല്യൂഷൻ നടന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങളുണ്ടായില്ല.
അപ്പോൾ ആദ്യം തന്നെ അന്നൊന്നും എ സി ഉണ്ടായിരുന്നില്ല, എ സി വെൻറ്റ് പോലും ഉണ്ടായിരുന്നില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പം എ സിയിൽ എയർ വെൻറ്റ് തന്നെ ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ എ സി ഉണ്ട്, നല്ല പവർഫുൾ എ സി ആണ്. ഇപ്പോൾ ഒന്നിലിട്ടിട്ട് തന്നെ ക്യാബിൻ തണുത്തു, അപ്പോൾ അതിനുള്ള രീതിയിലുള്ള എ സി ഉണ്ട്. പിന്നെ പല കാര്യങ്ങളും മാറി. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈനെ കുറിച്ച് പറയുന്നത്, നമ്മൾ പ്രൈമയിൽ കണ്ടിരുന്ന ആ ഒരു ഡാഷ് ബോർഡ് തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. അത് വളരെ ഒരു എന്താ പറയുക, ശരിക്കും തോട്ട്ഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡാഷ് ബോർഡാണ്. അതിൻ്റെ എക്കണോമിക്സ് അങ്ങനെയാണ്. സാധാരണ കുറേ ട്രക്കുകൾ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ട്രക്കുകൾ പ്രത്യേകിച്ച് നമ്മൾ പുറമേയുള്ള ട്രക്കുകളിൽ ഓടിക്കുമ്പോൾ കണ്ടതെന്ന് വെച്ചാൽ ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഡ്രൈവറിന് ചുറ്റും നിൽക്കും. അപ്പോൾ അത് ശരിക്കും ഒരു ഡ്രൈവറുടെ എല്ലാ റീച്ചിലും എത്തുന്ന രീതിയിലുള്ള കാര്യം. എന്നാൽ അങ്ങോട്ടേക്കുള്ള പാസഞ്ചറോ അല്ലെങ്കിൽ കോ ഡ്രൈവറിനുള്ള എ സി കാര്യങ്ങളും മറ്റുള്ളതെല്ലാം വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡാഷ് ഡിസൈൻ, അതിലുള്ള സ്വിച്ചസ് എല്ലാം ഇവിടെ നീറ്റ്ലി ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. എ സി കൺട്രോൾ ഇവിടെ വന്നിട്ടുണ്ട്. സ്റ്റീരിയോ വെക്കണ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. സ്റ്റിയറിംഗ് വീല് പുതിയ സ്റ്റിയറിംഗ് വീലാണ്. പണ്ടത്തെ ടാറ്റൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു നേരിയ സ്റ്റിയറിംഗ് വീലും, പക്ഷേ പ്രൈമയുടെ ഡിഫറൻറ്റ് സ്റ്റിയറിംഗ് വീലാണ്. ഇൻസ്ട്രുമെൻറ്റ് കൺസോളെല്ലാം തന്നെ നമുക്ക് പരിചിതമായിട്ടുള്ള TFT നടുവിലും ഡിജിറ്റൽ ആയിട്ടുള്ളതും 2 അനലോഗ് ആയിട്ടുള്ള വരുന്ന. അതിൽ നോർമലി വേണ്ട എല്ലാ കൺട്രോൾസും ഉണ്ട്. RPM, ഓഡോ, അതുപോലെ തന്നെ ഫ്യൂവൽ, ടെമ്പറേച്ചർ, പിന്നെ എയറിൻ്റെ ബാർ എന്ന് പറയുമ്പോൾ എയറിലെ ടാങ്കുകൾ ഫില്ലായിട്ടുള്ള കാണിക്കുന്നത്. അത് ഒരു പരിധിക്ക് താഴ്ന്നു കഴിഞ്ഞാൽ നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ആ ഒരു സംഗതി ഉണ്ട്. പിന്നെ ടെമ്പറേച്ചർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ സീറ്റ് പുതിയത്. സീറ്റ് നമ്മൾ പ്രൈമേ കണ്ട തരത്തിലുള്ള കുഷൻ എഫക്റ്റ് ഉള്ള സീറ്റ് ഉണ്ട്. ആ സംഗതിയും ബാക്ക് റെസ്റ്റ് എല്ലാം തന്നെ പുതിയതാണ്. പണ്ടുണ്ടായിരുന്ന ഒരു ഹാഫ് സീറ്റ് ആയിരുന്നു എൻ്റെ ഓർമ്മയിൽ. പിന്നെ ഇതൊരു സ്ലീപ്പർ ക്യാബിനാണ്, സിംഗിൾ സ്ലീപ്പർ ക്യാബിനാണ്. ഈ ഒരു സ്ലീപ്പറിൻ്റെ പോർഷനിൽ നമുക്ക് കിടക്കാൻ പറ്റും. ഇത് ലിഫ്റ്റ് ചെയ്ത് വെക്കാനും പറ്റും. ലിഫ്റ്റ് ചെയ്താൽ ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ ടൂൾസും കാര്യങ്ങളും എല്ലാം വെക്കാം. ടിപ്പറായതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഒരുപാട് ലോങ് ഒന്നും പോകണ്ടാവില്ല, ഒറ്റ ഡ്രൈവറല്ലായിരിക്കും. അപ്പോൾ ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ കൂടി ചിലപ്പം ഈ കോറിയിൽ നിന്നും സിറ്റിയിലേക്കെല്ലാം വരേണ്ട ദൂരം ചിലപ്പോൾ കൂടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലോങ് ഡ്രൈവ്സാണ് ഉണ്ടാവും. അതിന് പറ്റുന്ന തരത്തിലാണ് ഇത്രയും ലോഡ് വേറെ ചെയ്യുന്നത്. പിന്നെ റൂമി ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്, പക്ഷേ ഫ്ലാറ്റ് ഫ്ലോർ അല്ല. മുമ്പ് ഇവിടെ ടാറ്റയ്ക്ക് ബോണറ്റ് വരാറുണ്ടായിരുന്നു. ബോണറ്റ് നമ്മൾ സാധാരണ പഴയ ട്രക്കിൽ കണ്ട രീതിയിലുള്ള ബോണറ്റ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതെല്ലാം കുറച്ചുകൂടെ കൺസോൾട്ട് ചെയ്തിട്ടുണ്ട്. ഇതും ബോണറ്റ് തന്നെയാണ്. ഇത് തുറന്ന് നമുക്ക് എഞ്ചിൻ കാണാൻ പറ്റും. ഇവിടെ 2 ക്ലിപ്പ് തുറന്നു കഴിഞ്ഞാൽ എഞ്ചിന് ശരിക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള അതാണ്. ലിഫ്റ്റ് ചെയ്ത് മാറ്റാം. ഗിയർ ലിവർ ഇവിടെയാണ് വരുന്നത്. അതും കുറച്ച് എക്കണോമിക്കലി ചെയ്തിട്ടുണ്ട്. എക്കണോമിക്സിൽ എനിക്ക് ഡ്രോബാക്കായി തോന്നിയിട്ടുള്ളത് ഡോറിൻ്റെ ഹാൻഡിലാണ്. ഇവിടെ ശരിക്കും നമ്മുടെ ഈ ഒരു വൈൻഡർ ഇവിടെ വരുന്നുണ്ട്, അത് ഓക്കെയാണ്. പക്ഷേ ഡോർ ഹാൻഡിൽ നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് വലിക്കാനാണ് നമ്മൾ സാധാരണ നോക്കുക. ഇതിവിടെ വന്നിരിക്കുന്ന ഈ ഹാൻഡ് റെസ്റ്റിന് താഴെയാണ്. പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഹാൻഡ് റെസ്റ്റാണ്. ഇത്രയുള്ള ഒരു എക്കണോമിക് ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പഴയ ക്യാബിനാണെങ്കിൽ കൂടി അതിൽ യൂസബിലിറ്റി വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ സ്വിച്ചസ് നമുക്ക് കാണാം. കുറേ ഡ്രൈവ് ചെയ്യാൻ പറയാം. ഒന്ന് ലൈറ്റ്, മീഡിയം, ഹെവി എന്നുള്ള നമ്മുടെ ഡ്രൈവ് അനുസരിച്ചിട്ട് സ്ട്രെയിറ്റ് റോഡ്, ചെറിയ കയറ്റം, പിന്നെ ഹെവി കയറ്റം ലോഡ് കൂടുമ്പോൾ. പിന്നെ നമുക്കിവിടെ എൻജിൻ ബ്രേക്കിൻ്റെ സ്വിച്ച് ഉണ്ട്. ഹെൽപ്പ് ബട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെട്ടെന്ന് സഡൻലി വണ്ടി ഓഫ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ ബാക്കിയുള്ള സാധാരണ ഫ്രണ്ടിൽ നമ്മൾ പിന്നെ ബാക്കിയുള്ള സ്വിച്ചിൽ ഒന്ന് ഈ ആക്സിൽ ലിഫ്റ്റ് ചെയ്യുന്ന സ്വിച്ചും, പിന്നെ എൻജിൻ ബ്രേക്ക്, അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ്, എൻജിൻ നമ്മൾ ഹിൽ ഹോൾഡ് അസിസ്റ്റ് നമ്മൾ കയറ്റത്തിൽ ഉപയോഗിക്കാനുള്ള, ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഈ സ്വിച്ചസിൽ വരുന്നുണ്ട്. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്റ്റിയറിംഗ് ആണ്. ടിൽറ്റബിൾ ആൻഡ് ടെലിസ്കോപ്പിക് ആണ്. ഇത്രയും ടിൽറ്റ് ചെയ്യാം, ഇത്രയും ടെലിസ്കോപ്പിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. നേരത്തെ വെച്ച പൊസിഷനിൽ വെച്ചാൽ എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനായി. സോ ഇതാണ് ക്യാബിൻ വരുന്നത്. 9 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ബാക്കിയുള്ള എൻജിൻ കാര്യങ്ങളെല്ലാം നമുക്ക് ഡ്രൈവിൽ നോക്കാം. സോ നമ്മളിതാ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ ടാറ്റൻ്റെ കൊച്ചിയിലുള്ള സർവീസ് സെൻറ്റർ പോപ്പുലർ ട്രക്ക് എന്നാണ് ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഉള്ളത് ആലുവയിൽ നിന്നും പറവൂർ പോകുന്ന റോഡുണ്ട്. അവിടെ UC കോളേജിൻ്റെ അടുത്ത് തന്നെ. അപ്പം വലിയ റോഡൊന്നുമല്ല, ഹൈവേ ഒന്നുമല്ല, ചെറിയ റോഡാണ്. അപ്പം ഇത്രയും ഒരു വലിയൊരു ട്രക്കിന്, ഏകദേശം 12 മീറ്റർ നീളമുള്ള ഈ ട്രക്കിന് ഫസ്റ്റ് നമുക്ക് ചലഞ്ച് വരുന്നത് മെനൂവറബിലിറ്റി നോക്കലാണ്. അത് നോക്കാം. സോ ഞാൻ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നാരോ റോഡാണ്. നിങ്ങൾക്കറിയാം പറവൂർ ആലുവ റോഡ്. ആ റോഡിൽ നിന്നും കണ്ടെയ്നർ റോഡ് എത്തുന്നത് വളരെ നാരോ റോഡുണ്ട്. ശരിക്കും പറഞ്ഞാൽ സിംഗിൾ ട്രാക്ക് റോഡ് പോലെ തന്നെയുള്ള റോഡാണ്. ഈ റോഡിലാണ് ഞാൻ ഇപ്പോൾ ഓടിക്കുന്നത്. ഇവിടെ ഈ ഫസ്റ്റ് ചാലഞ്ച് വന്ന ഒരു T ജംഗ്ഷനാണ്. ആ T ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ SP കോളേജിൻ്റെ മുമ്പിലുള്ള കണ്ടെയ്നർ റോഡിൽ പോകുന്ന റോഡ്. അപ്പോൾ അവിടെ നിന്നും ഒരു ഷാർപ്പ് 90 ഡിഗ്രി ടേൺ എടുക്കുമ്പോൾ ഫസ്റ്റ് ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഗുണം മനസ്സിലാക്കി. 4 വീൽ സ്റ്റിയറിങ്ങും ഈ പവർ സ്റ്റിയറിംഗ് കൂടെ ചേരുമ്പോൾ വളരെ സുഖമായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ സൈസ് മാത്രം മനസ്സിൽ വെക്കേണ്ട അവസ്ഥകളായിരുന്നു. ഞാൻ കൂളായിട്ട് എടുത്തു. അപ്പോൾ അത് സാധാരണ ഇത്തരം ഒരു ട്രക്കിനെല്ലാം എപ്പോഴും എൻകൗണ്ടർ ചെയ്യുന്ന സിറ്റുവേഷൻ. കാരണം മൈനിൽ നിന്നും സിറ്റിയിലേക്ക് പോകുന്ന ഇടക്കുള്ള അല്ലെങ്കിൽ ഹൈവേയിലേക്ക് പോകുന്ന ഇടക്കുള്ള ഇങ്ങനത്തെ കുറേ റോഡുകളുണ്ടാവും. അപ്പോൾ അവിടെ ഡ്രൈവറിന് വളരെ സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് ട്രക്കിൽ.
അത് തംസ് അപ്പ്. അപ്പം ഞാൻ ഒരു ജമ്പ് ചെയ്തത് ഒരു ഹമ്പ് സെക്ഷൻ ശരിക്കും അതിൻ്റെ സസ്പെൻഷൻ ടെസ്റ്റ് ചെയ്യുന്ന പോലെ ചാടിച്ചാണ്. കാരണം ഇപ്പം ടിപ്പറിൻ്റെ ഒരു ബോഡി വെയിറ്റ് വരുന്നതുകൊണ്ട് തന്നെ എടുത്തടിക്കാതെ പോയി. അത് തന്നെ ഒരു നല്ലൊരു പോയിൻ്റാണ്. പിന്നെ നമ്മൾ ലോഡും കൂടെ വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് പതിഞ്ഞ് ഓടിക്കാം. അത്രയും ഘട്ടത്തിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഒരു ടിപ്പർ ആകുമ്പം ഒരു സെക്ഷനിൽ നമ്മൾ ലോഡ് എടുത്ത് പോകുമ്പോൾ മറ്റു സെക്ഷനിൽ കാലിയായിട്ട് വരാം. അപ്പോൾ വല്ലാണ്ട് ഒരു എടുത്ത് ചാട്ടവും അല്ലെങ്കിൽ ബോഡി വെയിറ്റ് ഇല്ലാതിരിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെയധികം കെയർഫുൾ ആവണം, കൺട്രോൾ ഇല്ലാതെ പോകും. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പിന്നെ ഇത് ഒരു ഓൺ റോഡ് ടിപ്പറാണ്. ടി കെ എന്ന് പറയുമ്പോൾ പ്രൈമറിൽ ഞാൻ പറഞ്ഞു, ടി കെ എന്ന് പറഞ്ഞ ടാറ്റിൻ്റെ ഓൺ റോഡ് വേർഷൻസ് ആണ്. വെറും കെ ആണ് ടിപ്പർ വേർഷൻസ്, മൈൻ വേർഷൻസ് അല്ലെങ്കിൽ ഓഫ് റോഡ് വേർഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കസ്റ്റമർ ട്രക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ലോഡ് എടുത്തിട്ടില്ല. എങ്കിലും ഈ ഒരു എഞ്ചിൻ്റെ പവറും കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കുമൻസിൻ്റെ എഞ്ചിനാണ്. 250 HP എന്നാണ് നമ്മൾ റീഡിംഗ് എന്ന് മനസ്സിലാക്കാൻ. 253 ആക്ച്വലി വരുന്നുണ്ട്. 950 Nm ടോർക്കും ഉണ്ട്. 9 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. സെയിം ആസ് പ്രൈമ ലാസ്റ്റ് ടൈം ഉണ്ട പോലെ 9 സ്പീഡ് എന്ന് പറയുമ്പോൾ 8 നോർമൽ സ്പീഡും 1 ക്രോൾ ഗിയറും വിച്ച് ലോ റേഞ്ച്, അതുപോലെ തന്നെ റിവേഴ്സും ആണുള്ളത്. സോ അതെല്ലാം തന്നെ നമുക്ക് പരിചിതമായിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു യൂസേജ് ഞാൻ പ്രൈമയിൽ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ എപ്പിസോഡ് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ എങ്ങനെയാണ് ഗിയർ യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിലും ആ ഒരു എഞ്ചിൻ്റെ ഒരു ഗുണം, ആ ഒരു കുമൻസിൻ്റെ എഞ്ചിൻ്റെ ഒരു ഗുണം ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അഗെയിൻ ഒരു ചാലഞ്ച്. പക്ഷെ രസമാണ്. വലിയ വണ്ടി ഓടിക്കുമ്പോഴാണ് ഏറ്റവും രസം. നമ്മളോട് കൂടെ കുട്ടേട്ടനുണ്ട്. കുട്ടേട്ടൻ്റെ ടാറ്റിൻ്റെ ഡ്രൈവറാണ്. പുള്ളി ഇത് ആച്ചിരിക്കുന്നത് പറയുന്ന കേട്ടിട്ട്. സോ ഇപ്പോൾ ഞാൻ ഹൈവേ എത്തിയിരിക്കുകയാണ്. സൈഡാക്കി ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയവർ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇനിയിപ്പം ഹൈവേയിലൂടെ പോവാം. അപ്പോൾ ഹൈവേയിലൂടെ പോകുമ്പോൾ തന്നെ ഇതിൻ്റെ 2 കാര്യങ്ങൾ എനിക്ക് മെൻഷൻ ചെയ്യാനുള്ള. ഒന്ന് ഡ്രൈവിംഗ് മോഡ്സ് ആണ്. 3 ഡ്രൈവിംഗ് മോഡ് ഉണ്ട്. ലൈറ്റ്, മീഡിയം, ഹെവി. ഞാൻ ഇപ്പോൾ ഓടിക്കുന്ന ലൈറ്റിലാണ്, കാരണം ലോഡില്ല, ഹൈവേ ആണ്. പിന്നെ ഈവൻ ലോഡില്ലെങ്കിൽ നമുക്ക് ഏത് കയറ്റം വരുമ്പോഴും ലൈറ്റ് മോഡ് തന്നെ മതി. ഈ ലോഡ് ഉണ്ടെങ്കിൽ ചെറിയ കയറ്റം എല്ലാണെങ്കിൽ മീഡിയം ഇടാം. അതിലും വലിയ കയറ്റമാണ്, വലിയ ലോഡും ആണെങ്കിൽ ഹെവി ഇടാം. അങ്ങനെ 3 ഡ്രൈവ് മോഡ് ഉണ്ട്. ഇതിൻ്റെ പുറമെ എൻജിൻ ബ്രേക്കിംഗ് സ്വിച്ച് ഉണ്ട്. ഹെവി ലോഡിൽ കയറ്റം ഇറങ്ങുമ്പോൾ നമുക്ക് ആക്ച്വലി എൻജിൻ ബ്രേക്ക് ഉപയോഗിച്ചിട്ട് ബ്രേക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്കിൻ്റെ വെയർ ആൻഡ് ടയർ കുറയും. പിന്നെ ബ്രേക്കാണെങ്കിൽ പുതിയ ബ്രേക്ക് സിസ്റ്റമാണ്, അധികം ചൂടാവാത്ത രീതിയിൽ. അതുകൊണ്ട് തന്നെ 2 ഗുണമുണ്ട്. ബ്രേക്കിംഗ് നമുക്ക് കൂടുതൽ ലഭിക്കുകയും ചെയ്യും. ടയറിൻ്റെ ലൈഫ് കൂടും, കാരണം ടയർ ചൂടായിട്ട് പഞ്ചറാവുന്ന ഇഷ്യൂസ് എല്ലാം കുറയുന്നുണ്ടായിട്ടാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റൻ്റ്, അതായത് ഹിൽ ഹോൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കയറ്റത്തിൽ വെച്ച് വണ്ടി, ലോഡുള്ള വണ്ടിയോ എല്ലാം എടുക്കുമ്പോൾ ബാക്കോട്ട് പോകാതിരിക്കാനുള്ള ബട്ടൺ ഉണ്ട്. ഇത്രയും ബട്ടൺസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ആക്സിൽ ലിഫ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ആക്ച്വലി 5th ആക്സിൽ റേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ ടയർ തിരിഞ്ഞിട്ട് അതിൻ്റെ വെയർ ആൻഡ് ടയറും കൂടേണ്ട കാര്യമില്ല. ഫ്രിക്ഷനും കുറയ്ക്കാം. അതുകൊണ്ട് തന്നെ മൈലേജും കൂടും. പിന്നെ ഒരു കാര്യമുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പവറാണ്. 253 HP പവർ, 950 Nm ടോർക്ക് ഉണ്ട്. പക്ഷേ ഈ ഡ്രൈവിലെല്ലാം ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോകാൻ കംഫർട്ടബിളി 360-ലെല്ലാം ട്രക്ക് എൻജോയ് ചെയ്ത് പോകാമെന്ന് പറയുന്ന രസമുള്ള കാര്യമാണ്. ഇത്രയും വലിയ ട്രക്ക്, പ്രത്യേകിച്ച് ഈ ഒരു ക്യാബിനിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു സൈസ് ഫീൽ ചെയ്യും. വലിയൊരു ക്യാബിനിലാണെന്ന് പറയുന്നത്. നല്ല വീതിയുള്ളൊരു ക്യാബിൻ, ഹൈറ്റ് കുറവാണ്, വീതിയുള്ള ക്യാബിൻ. അപ്പോൾ ആ ഒരു ഫീൽ കിട്ടുമ്പോൾ ശരിക്കും ഒരു ട്രക്കർ ഫീൽ, ട്രക്കർ ലൈഫ് എന്ന് പറയാം. അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ റിഫൈൻമെൻറ്റ് ആണ്. 2-3 കാര്യത്തിൽ റിഫൈൻമെൻറ്റ് ഉണ്ട്. ഒന്ന് AC ക്യാബിനാണ്, ക്വൈറ്റ് കംഫർട്ടബിൾ. സീറ്റ് ഇസ് ഗുഡ്. സീറ്റിന് സസ്പെൻഷൻ ഉള്ളത്. ഇത് വലിയ കയറ്റം എവിടെ നിന്നും ചാടുമ്പോൾ നോക്കാം ഈ ഒരു ഫീല്. അതിപ്പോൾ ഞാൻ സസ്പെൻഷൻ സത്യം പറഞ്ഞാൽ ഒരു തരത്തിലും ബ്രേക്ക് ചെയ്യാതെ തന്നെ ആണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ളതിൽ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് വളരെ ഈസിലി കംഫർട്ടബിളി ഓടിക്കാൻ പറ്റുന്ന, അതിൽ മാനൂവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഒരു വിസിബിലിറ്റി, ഹ്യൂജ് വിസിബിലിറ്റി ഉണ്ട്. ഇത്രയെല്ലാം തന്നെയാണ് ട്രക്ക് ഓടിക്കുമ്പോൾ ഒരു ഡ്രൈവർ ശ്രദ്ധിക്കേണ്ട, ഡ്രൈവറിന് വേണ്ട കുറേ കാര്യങ്ങൾ. അതെല്ലാം തന്നെ വെൽ സോർട്ടഡ് ആണ് ഈ പുതിയ സിഗ്നൽ. സോ ഈ പുതിയ ട്രക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വരുന്നു. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട, ലിറ്ററലി എൻജോയിങ്. അടിപൊളിയാണ്. ട്രക്കുകളെ കുറിച്ച് നിങ്ങൾക്കുള്ള ഒപ്പീനിയൻ, നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ട് പല ട്രക്ക് കൊണ്ടുവരുന്നത്, ഇതിൽ ഏതൊക്കെയായിരുന്നു നിങ്ങളുടെ ഫേവറേറ്റ് ട്രക്ക് ഏതാണ്, അതെല്ലാം നിങ്ങൾ മെൻഷൻ
ചെയ്യുക. നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡാറ്റ കിട്ടിയത് ഒരുപാട് ഓഡിയൻസ് ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഓഡിയൻസ് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം അവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം, നമുക്കൊന്നും കൂടെ ഒരു പ്രചോദനമാവും. അപ്പോൾ അവരും ചെയ്യുക. അതുപോലെ തന്നെ ഇനി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോസ് അപ്പോൾ വരും. അടുത്തവണ കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് ലൈഫ് ആൻഡ് ഡ്രൈവിംഗ്. ഞാൻ ശരിക്കും enjoying it, living the moment.